ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫൈസൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടൈല് എങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ആദ്യമായി ചെയ്യേണ്ടത് കോൺക്രീറ്റായ തറയിൽ പരുക്കനും മറ്റും കിടക്കുന്നത് ക്ലീൻ ആക്കുക എന്നുള്ള പ്രോസസ്സിംഗ് ആണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിന് മൂലയിൽ എനിക്ക് തേച്ചതിന്റെ പരുക്കനൊക്കെ കട്ട കൂടിയിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തറ നന്നായി വൃത്തിയാക്കുക. ഇനി എംസാൻഡ് ആണ് കഴുകിയ കോൺക്രീറ്റ് മണൽ. പിസാൻഡ് അല്ല, എംസാൻഡ്. 10 കൊട്ടയ്ക്ക് 1 ചാക്ക് സിമെന്റ്. അതായത് സാധാരണ 12ഉം 15ഉം കൊട്ടയ്ക്കാണ് എല്ലാവരും ഇടുന്നത്. നമ്മൾ 10 കൊട്ടയ്ക്ക് 1 ചാക്ക് സിമെന്റ് 3 പ്രാവശ്യം മിക്സ് ചെയ്യുക നന്നായി. ശേഷം തറയിൽ ഗ്രൗട്ട് ഒഴിക്കാം നന്നായി. ആദ്യം ഗ്രൗട്ട് ഒഴിച്ച് മണൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ പരുക്കിനെ തന്നെ ആ ഗ്രൗട്ടായി പോകുന്നതാണ്. ആദ്യമേ മണലിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഭാഗം ഗ്രൗട്ട് ഒഴിച്ചിട്ട് ആ മണല് ആ ഗ്രൗട്ടിലെ ഒഴിച്ച് അവിടെ വെതറി ആ പരുക്കൻ മിക്സ് ചെയ്ത ഭാഗത്ത് ബാക്കി പിന്നെ ഗ്രൗട്ട് ഒഴിച്ച് ബാക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത് വാട്ടർ ലെവലാണ്. ഒരിടത്ത് മാർക്ക് ചെയ്തതിനു ശേഷം വാട്ടർ ലെവൽ ഹോസ് വെള്ളം നിറച്ച് ബാക്കിയുള്ള കോർണർ സൈഡിലെല്ലാം ലെവൽ കൊടുക്കുക. പിന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രതലത്തിൽ നിന്നും 3/4 ഇഞ്ച് ഘനമിട്ട് പരുക്കൻ സെറ്റ് ചെയ്യാവുന്നതാണ്. പരുക്കൻ നിരത്തുമ്പോൾ അധികം പ്രസ് ചെയ്ത് നിരത്താതെ മീഡിയം ടൈപ്പിൽ നിരത്തുക. ലൂസാക്കി നിരത്തി കഴിഞ്ഞാൽ പ്രശ്നമാവും. നമ്മുടെ ഗ്രൗട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അത് താന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പരുക്കൻ ഒരുപാട് പ്രസ്സിങ് ആവും. പിന്നെ ടൈല് മുട്ടുമ്പോഴത്തേക്ക് പ്രശ്നമാവും. നമ്മുടെ പരുക്കന്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ഗ്രൗട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
പരക്കുന്നിടത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി വെട്രിഫൈഡ് ടൈലാണ്. ടൈലിന്റെ ആരം നോക്കിയാണ് വിരിക്കേണ്ടത്. കംപ്ലൈന്റ് കുറഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ സ്പേസർ ഉപയോഗിക്കുന്നില്ല. പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീട്ടുകാരന്. സ്പേസറാണ്, ഫസ്റ്റ് ഫ്ലോർ ആണത്. അപ്പൊ ശരിക്കും സ്പേസർ ഇട്ട ചെയ്യുവാണെങ്കിൽ ചൂടിന്റെ പ്രശ്നം ഇല്ലാണ്ടിരിക്കും. എപ്പോക്സിയിട്ട് ഇത് ചേർത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യം നമുക്ക് മട്ടം തിരിക്കാം. കറക്റ്റായിട്ട് കട്ടിലയോട് ചേർത്ത് മറ്റേ സൈഡിലേക്കും ചിര പിടിച്ച് നോക്കി ഗ്യാപ്പില്ലാണ്ട് ക്ലിയർ ആക്കി സെറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ മട്ടൻ ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ സ്റ്റെപ്പിന്റെ ലാൻഡിങ്ങിന്റെ ഭാഗം അവിടെ ചെറിയ പീസ് വന്നാൽ വൃത്തികേടാവും. അപ്പോൾ ചെറിയ പീസ് വരാത്ത രീതിയിൽ മട്ടൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കുറച്ച് ബാക്കിലേക്ക് വലിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡിങ്ങിനവിടെ കിട്ടുന്നതിന് വേണ്ടി. ഇനിയും നമുക്ക് ഗ്രോട്ട് ഒഴിക്കാം. നല്ല ലൂസല്ല, അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഗ്രോട്ട് തന്നെ ഒഴിക്കണം. നനഞ്ഞ് കിടന്ന വാർക്കയാണ് ഇടുന്നതിന് മുമ്പ്. അപ്പോൾ അടിയിൽ നിന്ന് വെള്ളം കയറി പരുക്കൻ നല്ല നനവ് കയറിയിട്ടുണ്ട്. അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ളത് തന്നെ ഗ്രൗട്ട് ഒരു കോട്ട് തന്നെ ഒഴിക്കുക. അല്ലാത്ത സമയത്താണെങ്കിൽ വരഞ്ഞതിന് ശേഷം ഒരു കോട്ട് ഗ്രൗട്ടും ഒഴിച്ചാൽ നന്നാവും. ഇതിപ്പോൾ അതിന്റെ ആവശ്യമില്ല. പരുക്കന് നല്ല നനവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടൈലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെട്രിഫൈഡ് അല്ലെങ്കിൽ ഡബിൾ ചാർജ് ടൈല് മാക്സിമം ഇടുക. സെറാമിക് ഒഴിവാക്കുന്നതാവും ബുദ്ധി. ടൈല് ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ
ബെൻഡ് മാക്സിമം ഒതുക്കാനായി ഫ്ലെക്സ്റ്റിക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാക്സിമം ടൈലിന്റെ ജോയിന്റിൽ വെയിറ്റോ അതുപോലുള്ള ഒന്നും ഒഴിവാക്കി വെക്കുക. കാരണം പിന്നീട് ചൂട് കൂടുമ്പോഴത്തേക്ക് അത് റിട്ടേൺ പൊങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സെൻട്രൽ ജോയിന്റ് ഒക്കെയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയൊരു വെയിറ്റ് വയ്ക്കുക, അല്ലാതെ ഒരുപാട് ലോഡ് കൂടിയ വെയിറ്റുകൾ ഒഴിവാക്കുക. പിന്നീട് അത് പ്രശ്നം വരാൻ ചാൻസ് അധികമുണ്ട്. പരുക്കൻ നിരത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതും കൂടി റെഡിയാക്കാം. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. മട്ടവും എല്ലാം പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. കട്ട ഒരുപാട് വെച്ചിട്ടില്ല, സെൻട്രൽ ബെൻഡ് എടുത്ത് മാത്രം. വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.